ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ലൈഫിൽ ഇന്ന് നമുക്ക് ആലപ്പി സ്റ്റൈൽ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 2 ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അരമുറി തേങ്ങയുടെ പാൽ എടുത്തേക്കുന്നത്. അതിൽ 1/2 കപ്പ് ഒന്നാം പാലും 1/2 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഈ മീൻകറിയിലേക്ക് ഞാനിവിടെ ഉലുവാപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചേക്കുവാണ്. ഈ മുളക് പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാല്, 1/2 കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുള്ള അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്പൂണോ തവിയോ ഒന്നും ഇട്ട് ഇളക്കരുത്. എല്ലാ വശവും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. പത്ത് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.